ഇത് രാത്രിയിൽ അല്പനിമിഷങ്ങൾ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. വളരെ നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിലായിരുന്നു നമ്മൾ ഇതുവരെ ആയിരുന്നത്. ആ അന്തരീക്ഷം ഒട്ടും മാറാതെ തിരുവചനത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുകയാണ്. ട്രൂ വർഷിപ്പ്, യഥാർത്ഥ ആരാധന, സത്യ ആരാധന എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ രാത്രിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അല്പനിമിഷങ്ങൾ ശാന്തമായി വചനഭാഗങ്ങൾ, ദൈവവചന വെളിപ്പാടുകൾ കേൾക്കുവാൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഒടുവിൽ നമുക്കൊരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തി ആത്മാവിൽ നിറഞ്ഞ് വലിയ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും ഇവിടെ നിന്ന് കടന്നു പോകാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകട്ടെ. ആധാരമായ ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ആമേൻ. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മിൽ പലർക്കും ഈ വേദഭാഗങ്ങൾ മനഃപ്പാഠമാണ്. സത്യ നമസ്കാരികൾ പിതാവിനെ ആരാധിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ആരാധനയെപ്പറ്റി നമുക്കറിയാം, വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്, നിരീക്ഷണങ്ങളുണ്ട്. ആരാധന ഇങ്ങനെയാകണം, ആരാധന ഈ വിധത്തിലാകണം എന്നൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പെന്തക്കോസ്തുകാർക്കിടയിലുമുണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. സഭായോഗത്തെ മുഴുവനെയും ആരാധനയായി കാണുന്നവരുണ്ട്. അതിനകത്തെ ആദ്യത്തെ 2-3 പാട്ടുകൾ മാത്രം പാടുന്ന സെക്ഷനെ മാത്രം ആരാധനയായി മനസ്സിലാക്കുന്നവരുണ്ട്. പാട്ടിനൊടുവിൽ പറയുന്ന അന്യഭാഷയെ മാത്രം ആരാധനയായി കാണുന്നവരുണ്ട്. പെന്തക്കോസ്ത് ആരാധന, CSI ആരാധന, മർത്തോമ ആരാധന, കാത്തലിക് വർഷിപ്പ്, അങ്ങനെയൊക്കെ വ്യത്യസ്തമായ നിലകളിൽ നമ്മൾ ആരാധനയെ നിർവചിക്കാൻ ശ്രമിക്കാറുണ്ട്, നിരീക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ആരാധനയെ പല മതങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് ആ നിലകളിലും ചിന്തിക്കാറുണ്ട്. ഹൈന്ദവ ആരാധന, ഇസ്ലാം മത ആരാധന, ക്രൈസ്തവ ആരാധന, അങ്ങനെ വ്യത്യസ്തങ്ങളായ നിലകളിൽ നമ്മൾ ആരാധനയെ നിരീക്ഷിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഒട്ടേറെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഇത് രാത്രിയിൽ അല്പനിമിഷങ്ങൾ നമ്മൾ ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കുമ്പോൾ പുതിയ നിയമത്തിന്റെ വെളിപ്പാടുകളാണ് ഈ രാത്രിയിൽ പൊരുതിരിക്കാനായിട്ട് പോകുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ യഥാർത്ഥമായ ആരാധന വിശുദ്ധ വേദപുസ്തക പ്രകാരം എന്താണ്, എങ്ങനെയാകണം, പുതിയ നിയമ ആരാധന അല്ലെങ്കിൽ ക്രിസ്തീയ ആരാധന, യേശു ക്രിസ്തു പറഞ്ഞ സത്യ ആരാധന എന്താണ്? ഈ ഭാഗത്ത് നമ്മൾ വായിച്ചല്ലോ, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. വരുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം വരാൻ പോകുന്നു എന്നാണ്, അല്ലെ? കർത്താവായ യേശുക്രിസ്തുവാണ് പറയുന്നത്, സത്യ ആരാധകർ വരാനിരിക്കുന്നതേയുള്ളൂ. അപ്പൊ ഇന്നലെ വരെ ആരാധിച്ചവരോ? അബ്രഹാമിന്റെ ആരാധനയോ? നോഹയുടെ ആരാധന, ഹാനോക്കിന്റെ ആരാധന, ഇസ്രായേൽ മക്കളുടെ ആരാധന, പഴയ നിയമ ഭക്തന്മാരുടെയൊക്കെ ആരാധന സത്യമായിരുന്നില്ലേ? സത്യ നമസ്കാരികൾ, ട്രൂ വർഷിപ്പേഴ്സ്, അവർ വരാൻ പോകുന്നതേയുള്ളൂ. ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. അത് ആരെ പറ്റിയാ? എന്തിനെ പറ്റിയാ? തന്നെ പറ്റി തന്നെയാണ്. യേശുക്രിസ്തു സത്യ ആരാധനയുടെ ഒരു നല്ല മോഡലായിരുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഹി മേഡ് ആൻ എക്സംപ്ലറി ലൈഫ്. മാതൃകയുള്ള ഒരു ജീവിതം കർത്താവ് നമ്മുടെ മുൻപിൽ വെച്ചു.
തന്റെ കാൽ ചുവടുകൾ പിന്തുടരുവാൻ. അപ്പോൾ യേശുക്രിസ്തു തന്നെയായിരുന്നു യഥാർത്ഥമായ ആരാധനയുടെ അല്ലെങ്കിൽ ആരാധനക്കാരന്റെ ഏറ്റവും പ്രകടമായ തെളിവ്. തന്റെ ജീവിതത്തിലൂടെ കർത്താവ് ആരാധന എന്താകണമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാമോ? സംസാരിക്കാൻ അല്പം പ്രയാസം തോന്നും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. അർത്ഥമാക്കിയത് സത്യ ആരാധകർ ആരാധിക്കുന്നത് പിതാവിനെയാണ്, അവർ ആരാധിക്കുന്നത് ആത്മാവിലാണ്. ആ ആരാധന യേശുവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. യേശു പറഞ്ഞു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. സത്യ ആരാധന വരാൻ പോകുകയാണ്. പുതിയ നിയമം ഭക്തന്മാരെ പറ്റിയാണ്, തന്റെ സഭയെ പറ്റിയാണ്. താൻ രക്തം നൽകി വീണ്ടെടുക്കാൻ പോകുന്ന തന്റെ സഭയെ പറ്റിയ കർത്താവ് പറഞ്ഞത് സത്യ ആരാധകർ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിപ്പോൾ വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ പറ്റിയാണ്. യഥാർത്ഥ ആരാധനയുടെ ഏറ്റവും നല്ല വെളിപ്പാടായി, യഥാർത്ഥ ആരാധകന്റെ ഏറ്റവും നല്ല മോഡലായിട്ടാണ് കർത്താവ് ഈ ലോകത്ത് ജീവിച്ചത്. നമ്മൾ അല്പനിമിഷങ്ങൾ കൊണ്ട് ചിന്തിക്കാൻ പോകുന്നത് ഈ പഴയ നിയമ ആരാധനയിൽ നിന്ന് പുതിയ നിയമ ആരാധന എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്. അല്പനിമിഷങ്ങൾ ശാന്തമായിട്ട് നിങ്ങൾ കേൾക്കുക. ഒരു പഠന മനസ്സോടുകൂടെ ഒരു 10-15 മിനിറ്റ് ഇരിക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കർത്താവിനെ ആത്മാവിൽ സ്തുതിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. യേശു പറഞ്ഞു, പിതാവിനെ ആരാധിക്കുന്നവർ, സത്യത്തിൽ ആരാധിക്കുന്നവർ, ആത്മാവിൽ ആരാധിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നലകളിൽ യേശു ക്രിസ്തുവിന് മുൻപുള്ള ആരാധന സത്യ ആരാധനയായിരുന്നില്ല. അല്ലെങ്കിൽ ആ ആരാധനയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണതയുണ്ടായിരുന്നില്ല. അവർ ആരാധിച്ചത് ദൈവത്തെ ആയിരുന്നു, പക്ഷേ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു ധൈര്യം അവർക്കില്ലായിരുന്നു. യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു, സത്യ ആരാധകർ പിതാവിനെയാണ് ആരാധിക്കുന്നത്, പിതാവിനെയാണ് ആരാധിക്കുന്നത്. അപ്പൊ ആരാധനയും ആരാധനക്കാരനും ആരാധിക്കപ്പെടുന്നവരും തമ്മിലുള്ള ബന്ധം പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാകുകയാണ്. അവിടെ യജമാനനെ എന്ന് വിളിച്ചുകൊണ്ട് പേടിച്ച് ഭയപ്പെട്ട് ഒരുപക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും അസഹനീയമായി തോന്നിയ ഒരു ജനത. എബ്രായ ലേഖനം 12-ാം അധ്യായം ഒന്നെടുക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. പഴയ നിയമ ആരാധനക്കാരന്റെ അവസ്ഥയായി വായിക്കുന്നത്. അടുത്ത വാക്യം കണ്ടോ? ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. എന്റെ ശബ്ദം ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും പകുതി കഴിയുമ്പോഴേക്കും ശബ്ദം പോകാനുള്ള സാധ്യതയുണ്ട്. മോശ പോലും പറഞ്ഞത് എന്തായിരുന്നു? ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് പറയത്തക്ക വിധം ആ കാഴ്ച ഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് പോലും കേൾക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത, ഭയമുളവാക്കുന്ന, സംഭ്രമിക്കുന്ന അനുഭവമായിരുന്നു. ആ ശബ്ദം കേട്ടവർ പറഞ്ഞു, ഇനി ഒരു ശബ്ദവും ഞങ്ങളെ കേൾപ്പിക്കരുതേ. ഇതായിരുന്നു ഒരു പഴയ നിയമ ഭക്തൻ ദൈവത്തോടടുക്കുമ്പോൾ അവനുണ്ടായ അനുഭവം. ദൈവം അവനോട് സംസാരിക്കുമ്പോൾ അവൻ അനുഭവിച്ച സാഹചര്യം, അനുഭവം ഇതാണ്. പുതിയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നു, സത്യ നമസ്കാരികൾ പിതാവിനെയാണ് ആരാധിക്കുന്നത്. പിതാവിന്റെ അടുക്കൽ വരുമ്പോൾ അവർക്ക് ഈ ഭയമില്ല, അവർക്ക് ഈ സംഭ്രമമില്ല, അവർക്ക് ഇത്തരത്തിലുള്ള ഭയരഹിതമായ അന്തരീക്ഷം ഉണ്ടാകുന്നില്ല. സ്നേഹിക്കുന്ന പിതാവിന്റെ ശബ്ദം കേൾക്കുന്ന പുതിയ നിയമസഭ. അപ്പോ പുതിയ നിയമ ആരാധനയെ പറ്റിയാണ് കർത്താവ് പറയുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഓൾ തിങ്സ് ആർ പാസ്ഡ് അവേ, ഓൾ ബിക്കെയിം ന്യൂ. പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലവും
പുതുതാക്കപ്പെട്ടിരിക്കുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി. അപ്പോൾ ആരാധന പുതുതാക്കപ്പെട്ടിരിക്കുന്നു, പുതുക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ ആരാധന പുതിയതായത്? പഴയ നിയമത്തിലെ ആരാധന എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പഴയ നിയമത്തിൽ നമ്മൾ കേട്ടല്ലോ, അബ്രഹാമും ഇസഹാക്കും കൂടി ആരാധിക്കാൻ പോവുകയാണ്. മോറിയാദേശത്ത് ദൈവം കൽപ്പിച്ച മലയുടെ താഴ്വാരത്തിലെത്തി. അബ്രഹാം തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അവിടെ ചെന്ന് ആരാധന ചെയ്തിട്ട്, ആരാധന കഴിച്ചിട്ട്, ആരാധന അർപ്പിച്ചിട്ട് മടങ്ങി വരാം. അപ്പോ പഴയ നിയമ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് എന്തെങ്കിലും സമർപ്പിക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ യാഗാർപ്പണമായിരുന്നു. പഴയ നിയമത്തിൽ യാഗം ആരാധനയും ആരാധന യാഗവുമായിരുന്നു. ദൈവത്തിന് സമർപ്പിക്കുന്നതായിരുന്നു ആരാധന. അതായിരുന്നു ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത്. പ്രത്യേക യാഗാർപ്പണമായിരുന്നു. അപ്പോൾ ഈ ആരാധന, ഈ സിസ്റ്റമാണ് മാറിയത്. പഴയ നിയമത്തിൽ അബ്രഹാം തന്റെ മകനെ കൊടുത്തിട്ടാണ് ആരാധന അർപ്പിച്ചതെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. അപ്പോൾ പഴയ നിയമ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുക, നമുക്കുള്ളതിനെ കൊടുക്കുക. മകനെ കൊടുത്ത് രക്ഷപ്പെടാമായിരുന്നു, മക്കളെ കൊടുക്കാമായിരുന്നു. ദൈവവേലയുടെ ഭാരം അപ്പന്റെ ഹൃദയത്തിൽ തോന്നിയാൽ മക്കളെ കൊടുക്കാമായിരുന്നു. മക്കളെ യാഗാർപ്പണം ചെയ്ത് അപ്പന് ആരാധന കഴിക്കാമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് മാറി. മക്കളെ കൊടുക്കുകയല്ല, ദൈവവേലയുടെ ഭാരം ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ നീ നിന്നെ തന്നെ കൊടുക്കുക. ദൈവത്തിന്റെ മനസ്സിനെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാകണം. നിങ്ങളുടെ ശരീരങ്ങളെ, നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, അടിയനിത അളിയനെ അയക്കണമേ, അല്ലെ? അടിയനിത അളിയനെ അയക്കണമേ. അളിയനെ അയക്കാനും പറ്റത്തില്ല, മക്കളെയും അയക്കാൻ പറ്റത്തില്ല. പൗലോസിന്റെ മകനെ നമ്മൾ കാണുന്നില്ല, പത്രോസിന്റെ മകനെ കാണുന്നില്ല, മർക്കോസിന്റെ മകനെയും തിമത്യോസിന്റെ മകനെയും തീത്തോസിന്റെ മകനെയും യൂദായുടെ മകനെയും യാക്കോബിന്റെ മകനെയും ആരുടെയും മക്കളെ നമ്മൾ കാണുന്നില്ല. വിളി ലഭിച്ചവൻ പോകണം, സമർപ്പിച്ചവൻ പോകണം, ആത്മഭാരമുണ്ടായവൻ പോകണം. പുതിയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത്, എനിക്ക് സമർപ്പണമുണ്ടായി മറ്റൊന്നിനെ എറിഞ്ഞു കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളായി സമർപ്പിക്കപ്പെടണം. അപ്പൊ പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതാണ്. ആരാധന ദൈവത്തിന് കൊടുക്കുന്നതാണ്. അപ്പൊ പഴയ നിയമത്തിൽ എങ്ങനെ കൊടുത്തു, പുതിയ നിയമത്തിൽ എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ്. ഇനി അല്പം കൂടെ തെളിയിച്ചു പറഞ്ഞാൽ, ദൈവികമായ വെളിപ്പാടിൽ തന്നെ പറഞ്ഞാൽ, പിതാവായ ദൈവം തന്റെ പുത്രനെ നൽകി. പക്ഷേ പിതാവ് നമ്മോട് ആജ്ഞാപിച്ചത്, അരുളി ചെയ്യുന്നത്, പുത്രന് ചെവി കൊടുപ്പിനെന്നാണ്. പുത്രന് ചെവി കൊടുപ്പിൻ. പുത്രൻ നമ്മോട് പറയുന്നത് എന്താണ്? പുത്രൻ തന്നെ താൻ നമുക്ക് വേണ്ടി അർപ്പിച്ചിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മെ തിരിച്ചതുപോലെ സമർപ്പിക്കാനാണ്. ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ ത്യജിക്കുക. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നമ്മളെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ കൊടുക്കുക എന്നുള്ള തിരിച്ചറിവാണ്, അവബോധമാണ് പുതിയ നിയമ വെളിപ്പാടായിട്ട് നമുക്ക് ലഭിക്കുന്നത്. റോമലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിലെ വേദഭാഗം, നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി സമർപ്പിക്കുക. അപ്പൊ പുതിയ നിയമ ആരാധനയിൽ ജീവനുണ്ട്. പുതിയ നിയമ ആരാധന വിശുദ്ധിയുള്ളതാണ്. പുതിയ നിയമ ആരാധന ദൈവത്തിന് പ്രസാദകരമാകണം. ജീവനുള്ള ആരാധന എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ യാഗങ്ങളെ അർപ്പിക്കുന്നത് എങ്ങനെയാണ്? മൃഗത്തെ കൊണ്ടുവന്ന് കൊന്നതിന് ശേഷമാണ് പിന്നെ അവിടെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. കൊന്നതിന് ശേഷമാണ് അർപ്പിക്കുന്നത്. പുതിയ നിയമ ആരാധനയുടെ പ്രത്യേകത, ഇവിടെ യാഗമൃഗത്തെ കൊല്ലുന്നില്ല.
ഇവിടത്തെ യാഗമൃഗം ആരാ? ഇവിടത്തെ ആരാധന ആരാണ്? ഇവിടത്തെ യാഗവസ്തു ഏതാ? കൊല്ലുന്നില്ല. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ളതായി, വിശുദ്ധിയുള്ളതായി, ദൈവത്തിന് പ്രസാദമുള്ളതായി സമർപ്പിക്കുക. പുതിയ നിയമ ആരാധന അല്ലെങ്കിൽ ക്രിസ്തീയ ആരാധന, സത്യ ആരാധന എന്ന് പറയുന്നത് കർത്താവിന് തങ്ങളെ തന്നെ ജീവനുള്ളവരായി, വിശുദ്ധിയുള്ളവരായി, ദൈവത്തിന് പ്രസാദമുള്ളവരായി സമർപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ കൊന്നതിന് ശേഷം യാഗം കഴിക്കുന്നത് കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് ആരാധന അവസാനിച്ചു. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. കാരണം അത് മണിക്കൂർ കൊണ്ട് തീരുന്നതായിരുന്നു. കൊന്നതിന് ശേഷമാണ്, ജീവൻ പോയതിനു ശേഷമാണ്. അത് അധിക സമയം നീണ്ടു നിൽക്കത്തില്ല. പക്ഷേ പുതിയ നിയമ ആരാധന ജീവനുള്ള ആരാധനയാണ്. അതിങ്ങനെ നിലനിൽക്കുന്ന ആരാധനയാണ്. യാഗപീഠത്തിന്റെ പുറത്ത് യാഗവസ്തു കത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് ഓരോ പുതിയ നിയമ ഭക്തന്റെ ജീവിതം. അങ്ങനെ ആകണം. ആരാധന യാഗവസ്തു തീയുടെ പുറത്ത് കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവപ്രസാദമായ ഒരു ആരാധന ജീവിതം ഒരു പുതിയ നിയമ ഭക്തൻ ഈ ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഭായോഗത്തിന് വരുമ്പോൾ 2-3 പാട്ടുകൊണ്ട് ആരാധന അവസാനിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സഭായോഗം മുഴുവനും എടുത്താലും അവസാനിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. അപ്പോ ആരാധന വെളിപ്പെടേണ്ടത് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ മാത്രമാണോ? അല്ല, നശിച്ചു പോകുന്നവർക്കിടയിലും. ഇതിനകത്ത് മാത്രമല്ല, ഇതിന് പുറത്തേക്ക് പോകുമ്പോഴും ഞങ്ങൾ ദൈവത്തിന് സൗരഭ്യവാസനയാണ്. പഴയ നിയമത്തിൽ ഒരു യാഗവസ്തു യാഗപീഠത്തിന്റെ പുറത്തിരുന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരു പുതിയ നിയമ ഭക്തന്റെ ജീവിതം മുഴുവനും ദൈവത്തിന് എറിഞ്ഞുകൊടുത്ത ജീവിതമാണ്. ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ച ജീവിതമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം തന്നെയാണ് ക്രിസ്തീയ ആരാധന. ക്രിസ്തീയ ജീവിതം തന്നെയാണ്, സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് ക്രിസ്തീയ ആരാധന എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ യാഗമൃഗത്തെ യാഗപീഠത്തിലേക്ക് ഖണ്ഡമായി മുറിച്ച് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കുന്നില്ല. ഇതുപോലെയാണ് ക്രിസ്തുവിന് വേണ്ടി ഒരു വ്യക്തി തന്നെ താൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ തിരിച്ച് മറ്റ് പലതിലേക്ക്, പല ഉദ്ദേശങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിന് വേണ്ടി ഒരാൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ സമർപ്പിച്ചതാണ്, പിന്നെ തിരിച്ചെടുക്കലില്ല. അപ്പോ യാഗപീഠത്തിന്റെ പുറത്തെ യാഗമൃഗത്തെ പോലെയാണ് പുതിയ നിയമത്തിലെ ഭക്തന്മാർ. ആരാധനയായി ഒരിക്കലായി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കുന്നില്ല. അവർ യാഗപീഠത്തിരിക്കുന്ന യാഗമൃഗത്തെ പോലെയാണ്. അപ്പോൾ ആരാധന തുടരുകയാണ്, ഇത് അവസാനിക്കുന്നില്ല. രക്ഷിക്കപ്പെടുമ്പോൾ ആരംഭിക്കുന്നതും മരണത്തോടുകൂടിയോ കർത്താവിന്റെ വരവോടുകൂടിയോ മാത്രം ഈ ഭൂമിയിൽ അവസാനിക്കുന്നതുമാണ് ക്രിസ്തീയ ആരാധന. ക്രിസ്തീയ ആരാധന ഇടതടവില്ലാതെ തുടരേണ്ടതാണ്. അതൊരു അനുനിമിഷ അനുഭവമാണ്. ഇടയ്ക്ക് വെച്ചത് മുറിക്കപ്പെടുന്നില്ല, മുറിക്കാൻ പറ്റത്തില്ല. യാഗപീഠത്തിലേക്ക് ഒരിക്കലായി സമർപ്പിക്കപ്പെട്ട ഒരു യാഗമൃഗത്തെ പോലെ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തതുപോലെ ഒരു ക്രിസ്തു ഭക്തൻ ക്രിസ്തുവിന് വേണ്ടി ഒരിക്കലായി സമർപ്പിച്ചു, പിന്നെ ആ ആരാധന ഇടയ്ക്ക് വെച്ച് മുറിയുന്നില്ല. അതിങ്ങനെ തുടരുകയാണ്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ക്രിസ്തുവിന് ദൈവത്തിന്റെ സൗരഭ്യവാസനയായി ജീവിതത്തിലുടനീളം ആരാധന തുടരുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ആരാധനയുടെ മർമ്മം പറയാം. ഇത് പറയുമ്പോൾ ഒരു ആശയമായിട്ട് മാത്രമേ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അകത്തെ വേദാധാരം അറിയണ്ടേ? വേദാധാരം അറിയണം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഡു യു നോട്ട് നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്? നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: ദൈവത്തിന്റെ മന്ദിരമായ പരിശുദ്ധാത്മാവിൻ്റെതാകുന്നു നിങ്ങളെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ ഇനി താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പൊ നമുക്കുള്ളവരാണോ? അല്ല. നമ്മളിപ്പോൾ ആരാണ്? ദൈവത്തിന്റെ മന്ദിരങ്ങളാ, ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ ആലയം. പിന്നെ ഇതെന്താണ്? ഈ 4 ചുവരുകൾ നമുക്ക് പുതിയ നിയമത്തിൽ ആലയമെന്ന് പറയാം, അല്ലെ?
ജനറലി എല്ലാവരും പറയുന്നത് നമുക്ക് പറയാം എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ ബിൽഡിങ്ങിന് അർത്ഥമില്ല. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെങ്കിലും ഇതിനകത്ത് കയറുന്നില്ലെങ്കിൽ ഇതിന് ആലയം എന്ന പ്രസക്തിയില്ല. എങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കെട്ടിടം ആലയമാകുന്ന എങ്ങനെയാണ്? നമുക്കത് പിന്നീട് ചിന്തിക്കാം. പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ആത്മനിവാസത്തോടു കൂടിയാണ്, ദൈവ സാന്നിധ്യത്തിലാണ് ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു വ്യക്തി ആലയമായി മാറുന്നത്. ദൈവം നമ്മെ എങ്ങനെയാണ് ആലയമാക്കി മാറ്റിയതെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ നമ്മൾ ഇപ്പോൾ ആരാണ്? ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്, ദൈവത്തിന്റെ ആലയങ്ങളാണ്. ഇനി പഴയ നിയമത്തിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു, പുതിയ നിയമത്തിൽ പുരോഹിതന്മാരുണ്ടോ? പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം എങ്ങനെയാ നമ്മൾ വായിക്കുന്നത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്ത ജനം, അല്ലെ? വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. അപ്പോൾ നമ്മൾ ആരാണ്? പുതിയ നിയമസഭ ആരാണ്? പുതിയ നിയമസഭ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ്. ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമാണ്, പുരോഹിത വൃന്ദമാണ് പുതിയ നിയമസഭ. പഴയ നിയമത്തിൽ പുരോഹിതന്മാരുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ പുരോഹിതന്മാരുണ്ട്. അവിടെ പുരോഹിതന്മാരെന്ന് പറഞ്ഞ ഒരു വിഭാഗം മാത്രമാണെങ്കിൽ, ലേവി ഗോത്രത്തിൽപ്പെട്ടവർ മാത്രമാണെങ്കിൽ, ക്രിസ്തു ആ തത്വത്തെ പൊളിച്ചെഴുതി ഇവിടെ ഇതാ ലേവി ഗോത്രത്തിൽപ്പെടാത്ത യഹൂദ ഗോത്രത്തിൽപ്പെട്ട ഒരുത്തൻ മഹാപുരോഹിതനായി വന്നു. അവന്റെ കീഴിൽ സകല ജാതികളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ കീഴിൽ ദൈവത്തിന്റെ പുരോഹിത വൃന്ദമായി മാറ്റപ്പെടുന്നു. സഭ എന്ന ദൈവത്തിന്റെ മർമ്മത്തിലൂടെ ദൈവത്തിന്റെ പുരോഹിത വൃന്ദവും കൂടി വെളിപ്പെടുകയാണ്. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പദവി പുരോഹിതന്മാരെന്ന പദവിയാണ്. ഇനി ആരാധനയുമായി ബന്ധപ്പെട്ട 3-ാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് യാഗവസ്തു എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ യാഗവസ്തു എന്തായിരുന്നു? ആടാകാം, ആട്ടുകൊറ്റൻ, പിന്നെ കാളക്കുട്ടി, പശുക്കിടാവ്, പ്രാവിൻ കുഞ്ഞ്, കുറുംപ്രാവ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ കൃഷിഫലങ്ങളൊക്കെ ആകാം. യാഗവസ്തു എന്ന് പറഞ്ഞാൽ പ്രത്യേകം നിബന്ധനകൾ ഉണ്ടായിരുന്നു. നിശ്ചയിക്കപ്പെട്ട വസ്തുക്കളോ മൃഗങ്ങളോ പക്ഷികളോ ഒക്കെ ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ യാഗവസ്തു എവിടെയാണ്? റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. അപ്പോൾ ഇവിടെ യാഗവസ്തു എവിടെയാണ്? ആരാണ്? നമ്മൾ തന്നെയാണ്. പുതിയ നിയമസഭ തന്നെയാണ് യാഗവസ്തു. അങ്ങനെ വരുമ്പോ ആരാധനയ്ക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാമോ? ക്രിസ്തീയ ആരാധനയ്ക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാമോ? ക്രിസ്തു ഉദ്ദേശിച്ച യഥാർത്ഥ ആരാധനയ്ക്ക് ഒരു നിർവചനം കൊടുക്കാമോ? പുരോഹിതന്മാരാകുന്ന നമ്മൾ, ദൈവാലയമാകുന്ന നമ്മിൽ വെച്ച് യാഗവസ്തുക്കളാകുന്ന നമ്മെ തന്നെ യാഗമാക്കുന്ന പ്രക്രിയയാണ് പുതിയ നിയമ ആരാധന, ക്രിസ്തീയ ആരാധന, ദൈവം പ്രതീക്ഷിക്കുന്ന സത്യ ആരാധന. സകലവും പുതുതാക്കപ്പെട്ടിരിക്കുന്നു. Old things are passed away. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇപ്പോൾ സകലവും പുതുതാക്കപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ ആരാധനയിൽ അടിസ്ഥാനപരമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇന്നലകളിൽ പഴയ നിയമ ഭക്തന്മാർ ആരാധിച്ച ആരാധനയല്ല, ക്രിസ്തുവിൽ ആരാധന മാറ്റി എഴുതപ്പെട്ടു, ക്രിസ്തുവിൽ ആരാധന പൊളിച്ചെഴുതപ്പെട്ടു. ക്രിസ്തുവിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ആരാധന സ്വന്തം ശരീരങ്ങളെ, ജീവിതത്തെ ദൈവത്തിന് കൊടുക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന, സത്യ ആരാധന എന്ന് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആരാധന എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ദൈവത്തിൽ നിന്ന് പലതും ഇങ്ങോട്ട് പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാട്ടുകളിൽ തന്നെ അത് കാണാം. ആരാധിക്കുമ്പോൾ, ബാക്കി എന്താണ്? ആരാധിക്കുമ്പോൾ വിടുതൽ. അപ്പോൾ വിടുതലിന് വേണ്ടിയാണ് ആരാധിക്കുന്നത് എന്ന് വരുന്നു, അല്ലെങ്കിൽ വരുത്തി തീർക്കുന്നു. ആരാധിക്കുമ്പോൾ വിടുതൽ, ചങ്ങല പൊട്ടും. പിന്നെന്താണ് അതിന്റെ തുടക്കം? എങ്ങനെയാണ്? അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി, ബന്ധിതരെല്ലാം
മോചിതരായല്ലോ. അപ്പോൾ ആരാധന എന്തിനു വേണ്ടിയായി മാറുന്നു? ബന്ധനം അഴിയാൻ വേണ്ടിയുള്ളതായി മാറുന്നു, അല്ലെ? ബന്ധനം അഴിയാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടോ സംവിധാനമായിട്ടോ എളുപ്പ വഴിയായിട്ടോ ആരാധന വ്യാഖ്യാനിക്കപ്പെടുന്നു. വാസ്തവത്തിൽ അപ്പോസ്തലന്മാർ ആരാധിച്ചു എന്ന് പറയുന്നതിനേക്കാളും അവർ ദൈവത്തെ പാടി സ്തുതിച്ചു എന്നാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. പാടി സ്തുതിച്ചു. ആരാധന വാസ്തവത്തിൽ വിടുതൽ പ്രാപിച്ചതിന്റെ നന്ദി സൂചകമാണ്. തെളിവ് വേണോ? വിടുതൽ പ്രാപിച്ചതിന്റെ നന്ദി സൂചകമാണ് ആരാധന. പഴയ നിയമത്തിലേക്ക് പോകാം. ഫറവോനോട് യഹോവയായ ദൈവം മോശയിലൂടെ അരുളി ചെയ്തത്, എന്റെ ജനത്തെ ആരാധിപ്പാൻ എവിടേക്ക് വിട്ടയക്കണം? മരുഭൂമിയിലേക്ക് വിട്ടയക്കണം. അപ്പോൾ ആരാധന വിട്ടയച്ചാൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ഫറവോന്റെ അടിമത്തത്തിൽ ആരാധന പറ്റില്ല. ഫറവോന്റെ അടിമത്തത്തിൽ ആരാധന നടക്കത്തില്ല. ആരാധന വിടുതൽ പ്രാപിച്ചവൻ ചെയ്യുന്ന കാര്യമാണ്. ആരാധന മരുഭൂമിയിലാണ്. മരുഭൂമി ചിലപ്പോൾ വെള്ളത്തിനും ഭക്ഷണത്തിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകാം. അവിടെ പല തരത്തിലുള്ള സാഹചര്യ തടസ്സങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആരാധന മരുഭൂമിയിലാണ്. മരുഭൂമിയിലാണെങ്കിലും വിടുതൽ പ്രാപിച്ചവൻ ആരാധിക്കുന്നത്. നമ്മളെ പാടുന്നില്ലേ? മിരിയാമൊക്കെ എങ്ങനെയാ പാടിയത്? ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. ഫറവോന് ഞാൻ ഇനി അടിമയല്ല എന്ന് പറയുന്നിടം മുതൽ ആരാധന ആരംഭിക്കുകയാണ്. അപ്പോ ആരാധന വിടുതൽ പ്രാപിച്ചവന്റെ പ്രവൃത്തിയാണ്. പുതിയ നിയമത്തിലേക്ക് വന്നാൽ എബ്രായ ലേഖനം 9-ാം അധ്യായം ഒന്നെടുക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം മുതൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അപ്പോ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിർജീവ പ്രവൃത്തികളെ പോക്കി നമ്മെ ശുദ്ധീകരിച്ചത് എന്താണ്? ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. ക്രിസ്തുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ദൈവജനമാണ് ദൈവത്തെ ആരാധിപ്പാൻ പ്രാപ്തരായത്. ആരാധിപ്പാൻ നമുക്ക് അവകാശം ലഭിച്ചത്, ആരാധിപ്പാൻ നമുക്ക് പദവി ലഭിച്ചത്, നമ്മൾ ആരാധിപ്പാൻ യോഗ്യരായി തീർന്നത് ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചത് കൊണ്ടാണ്. അപ്പോൾ ആരാധന വിടുതൽ പ്രാപിക്കാനുള്ള ഒരു ചടങ്ങല്ല, വിടുതൽ പ്രാപിച്ചവന്റെ നന്ദി സൂചകമായ ഒരു അടയാളമാണത്. നന്ദി സൂചകമായ ഒരു പ്രവൃത്തിയാണ് ആരാധന. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഭൂമിയിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള ഏറ്റവും വലിയ വിടുതൽ എന്താണ്? ഭൂമിയിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ വിടുതൽ എന്താണ്? നിത്യതയിൽ കർത്താവ് നമ്മെ കൈക്കൊണ്ടതാണ്, അല്ലെ? നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടതാണ്. നരകാഗ്നിയിൽ നിന്ന് നമ്മെ ക്രിസ്തുവിന്റെ ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുചെന്നതാണ് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിടുതൽ. നരകത്തിന് മാത്രം യോഗ്യരായി കിടന്ന് നമ്മെ തന്റെ രക്തം നൽകി താൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ക്ഷണിച്ചതിനേക്കാൾ അപ്പുറത്തൊരു വിടുതൽ ഈ ലോകത്തിൽ ഒരു ഭക്തൻ അനുഭവിക്കാനില്ല. അങ്ങനെയാണെങ്കിൽ ആരാധിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിടുതൽ കേവലം താൽക്കാലികമാണ്. താൽക്കാലികമായ വിടുതലിന് വേണ്ടിയാണോ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? അതോ ആർക്കും സാധിപ്പിച്ചു തരാൻ പറ്റാത്ത പാപത്തിൽ നിന്നുള്ള രക്ഷ, ന്യായവിധിയിൽ നിന്നുള്ള രക്ഷ നേടിത്തന്ന് നിത്യ നരകത്തിൽ കിടക്കേണ്ട നമ്മെ നിത്യതയിൽ കർത്താവിനോടൊപ്പം തന്റെ ഇരിപ്പിടത്തിൽ ഇരുത്തുമാറാക്കിയ ആ ദൈവത്തിന്റെ വലിയ വിടുതൽ ഓർത്തുകൊണ്ടാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? ആരാധന ആ വിടുതലിനോടുള്ള നന്ദി സൂചകമാണ്. അപ്പൊ വിടുതലിന് വേണ്ടിയല്ല, വിടുതൽ പ്രാപിച്ചവരാണ് ആരാധിക്കുന്നത്. ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങണം ഈ ചിന്ത.
വിടുതലിന് വേണ്ടി അല്ല, വിടുതൽ പ്രാപിച്ചവരാണ് ആരാധിക്കുന്നത്. നരകം തള്ളി സ്വർഗം സ്വീകരിച്ചവന്റെ പദവിയാണ് ആരാധന. അത് ജീവിതമാണ്. ആ ആരാധന ജീവിതമാണ്. അതൊരു പാട്ടുകൊണ്ട് തീരുന്നില്ല, അത് ചില അന്യഭാഷകൾ കൊണ്ട് തീരുന്നില്ല, അതൊരു സഭായകം കൊണ്ട് തീരുന്നില്ല, അതൊരു പ്രസംഗം കൊണ്ട് അവസാനിക്കുന്നില്ല, അത് ഒരു സാക്ഷ്യവാചകം കൊണ്ട് ഒതുങ്ങുന്നില്ല. അത് സഭയ്ക്കകത്തല്ല, സഭയ്ക്ക് പുറത്തേക്ക് പ്രവഹിക്കുന്നതാണ്. അത് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ മാത്രമല്ല, അത് നശിച്ചു പോകുന്നവർക്കിടയിലും സൗരഭ്യവാസനയായി വെളിപ്പെടേണ്ടതാണ്. അപ്പൊ ആരാധന ജീവിതമാണ്. ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടത് ആരാധന. പാട്ടുകളിൽ അറിഞ്ഞോ അറിയാതെയോ പ്രതിഫലം മോഹിക്കാറുണ്ട്. പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പലപ്പോഴും ആരാധിക്കുന്നത്. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും, കെട്ടുകളഴിയും ആരാധനയെങ്കിൽ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ വിടുതലുകൾ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഭൗമികമായ സാഹചര്യങ്ങളിൽ നമുക്ക് വിടുതലുകൾ ഉണ്ട്. ഈ ഭൂമിയിൽ നമുക്കൊരു ജീവിതമുണ്ട്. നിത്യതയിൽ നമ്മൾ ജീവിക്കും. ആദ്യം ഭൂമിയിൽ ജീവിച്ചിട്ടേ നിത്യതയുടെ ജീവിതമുള്ളൂ. അതുകൊണ്ട് നിത്യതയിൽ ജീവിക്കുന്നതിന് തെളിവ്, അതിന്റെ നിഴല് ഈ ലോകത്തിലുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നമ്മെ മുന്നോട്ട് നയിക്കും. നമുക്ക് ആവശ്യമായ കരുത്ത് ദൈവം തരും. നമ്മുടെ രോഗങ്ങളിൽ കർത്താവ് സൗഖ്യം തരും. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ കർത്താവ് വിടുതൽ നൽകും. നമ്മുടെ എല്ലാവിധമായ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിപ്പാൻ പ്രാപ്തനാണ്. പക്ഷേ ആരാധിക്കുന്നത് ഇതിനു വേണ്ടി ആകരുത്. ആരാധിക്കുന്നത് ഇതിനു വേണ്ടി ആകരുത്. പനി സൗഖ്യമായതിനു വേണ്ടി ആകരുത്. നിത്യമായ വിടുതൽ തന്നതിന്റെ നന്ദി സൂചകമാകണം. അതിനും അപ്പുറത്തേക്ക് ഒരു വെളിപ്പാട് കൂടെ പറയാം. നന്ദി സൂചകം എന്നതിനപ്പുറത്തേക്ക് ആരാധിക്കുന്നത് ദൈവം അതിന് യോഗ്യനായതുകൊണ്ടാണ്. ഒരു പാട്ടുകാരൻ പാടുന്നുണ്ടല്ലേ, പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. അടുത്ത വരി എങ്ങനെയാണ്? പാവന നിളം തന്നു, പാപത്തിൻ കറ പോക്കി, രക്ഷിച്ചതാൽ ഞാൻ നിന്നെ ആരാധിക്കും. അല്ലെ? അപ്പോ പാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചത് കൊണ്ട് ഞങ്ങൾ ആരാധിക്കും. ആ പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആരാധനയ്ക്ക് യോഗ്യനെ. അപ്പൊ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ഭൗമികമായ താൽക്കാലികമായ വിടുതലുകൾ ലഭിക്കുന്നത് കൊണ്ട് എന്നതിനേക്കാൾ അപ്പുറത്ത്, അതിനും അപ്പുറത്ത് ആരാധനയുടെ ആഴങ്ങൾ നമ്മൾ അറിയുന്നു. ആരാധനയുടെ ആത്മിക വെളിപ്പാട് നമ്മൾ അറിയുന്നു. ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് നാം അവരെ ആരാധിക്കുന്നു. ഈ വെളിപ്പാട് പഴയ നിയമത്തിൽ തന്നെ ഉണ്ട്. ശദ്രക്, മേശക്, അബേദ്നെഗോ അവർ വലിയൊരു പ്രതിസന്ധിയിലായി. എന്താണ്? ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. അതിനു പകരം മറ്റു പലതിനെയും ആരാധിക്കാൻ നിർബന്ധിക്കപ്പെട്ടപ്പോ അവരെന്താ പറഞ്ഞത്? അവിടെ വാക്കുകൾ എന്തായിരുന്നു? അവിടെ മുന്നിൽ ഒരു വലിയ പ്രതിസന്ധി വന്നു. തീച്ചൂളയിൽ എറിയപ്പെട്ട് കളയുമെന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ അവരെടുത്ത പ്രഖ്യാപനം എന്തായാലും, ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ദൈവം ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കും. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇല്ലെങ്കിലും ഞങ്ങൾ എന്താണ് ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല. ഇതായിരിക്കണം ഒരു ഭക്തന്റെ നിലപാട്. ആരാധിക്കുമ്പോൾ വിടുതൽ കിട്ടിയാലേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്നല്ല. വിടുതൽ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. വിടുതൽ കിട്ടിയില്ലെങ്കിലും, ഈ ലോകത്തിൽ താൽക്കാലികമായ ഒരു വിടുതൽ സംഭവിച്ചില്ലെങ്കിലും എന്റെ ആരാധന വഴിമാറില്ല. യേശുവിന്റെ മുന്നിൽ പിശാച് വന്നിട്ട് പറഞ്ഞു, ഈ ലോകം മുഴുവനും കാണിച്ചു കൊടുത്തു, സകല പ്രതാപവും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, എന്നെ ഒന്ന് വീട് നമസ്കരിച്ചാൽ മതി, ഒരൊറ്റ നമസ്കാരം മതി. കർത്താവ് പറഞ്ഞു, ആരാധന പോയിട്ട് ഒരു നമസ്കാരം പോലും നിനക്ക് തരത്തില്ല. നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ആരാധന വഴിമാറിപ്പോകരുത്. അപ്പൊ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് ആരാധിക്കുന്ന ഒരു അനുഭവമുണ്ട്. അല്ലെങ്കിൽ പാട്ടുകളെ മാത്രം ആരാധനയായി മനസ്സിലാക്കുന്ന ഒരു തലത്തിൽ നിന്ന് നമ്മുടെ ആത്മിക ചിന്തകൾ വളരണം, നമ്മുടെ വ്യക്തിത്വം വളരണം, നമ്മുടെ ചിന്താഗതികൾ വളരണം. സേവനമായി മാറണം ആരാധന സേവനമാകണം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. നമുക്ക് തോന്നും അവരിങ്ങനെ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് വായിക്കുമ്പോൾ തോന്നിപ്പോകും. കാരണം കേൾക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ. അതല്ല ഇവിടത്തെ അർത്ഥം.
മൂലഭാഷയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അവർ സേവന തൽപരരായി ചില ശുശ്രൂഷകൾ, ദരിദ്രരെ കരുതുന്ന ശുശ്രൂഷകൾ ചെയ്തും ഉപവാസത്തോടുകൂടി അവർ ആതുര സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പൗലോസിനെയും ശീലാസിനെയും ബർന്നബാസിനെയും ഈ വേലയ്ക്കല്ല ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിപ്പേ. നിങ്ങൾ മേശമേലുള്ള ഈ ശുശ്രൂഷകൾ ചെയ്യുക. പൗലോസും ബർന്നബാസും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവർ പോകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദരിദ്രരെ കരുതുന്ന ശുശ്രൂഷ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആരാധനയെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ, സേവനവുമായി ബന്ധിപ്പിക്കാൻ ജോഷുവ പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം, അല്ലെ? ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. സേവനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സേവനം, പ്രതിഫലേച്ഛ കൂടാതെ ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് സേവനം എന്ന് പറയാം, അല്ലെ? അങ്ങനെയല്ല നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നെങ്കിലും ശരിക്കും പറയാൻ ശ്രമിച്ചാൽ അതാണ് അതിന്റെ അർത്ഥം. പ്രതിഫലേച്ഛ കൂടാതെ ചെയ്യുന്നതെന്തും സേവനമാണ്. ആരാധന ഒരു സർവീസാണ്, ആരാധന ഒരു സേവനമാണ്. ദൈവത്തിന്റെ മുന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിന് അർഹിക്കുന്ന ആദരവ് കൊടുക്കാൻ ജീവിതത്തെ സമർപ്പിക്കുന്നതാണ് ആരാധന. മൂന്നാമത്, ആരാധനയെ പറ്റി നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും പരമമായ വെളിപ്പാടെന്ന് പറയുന്നത് കംപ്ലീറ്റ് സറണ്ടർ ആയിരിക്കണം ആരാധന. കംപ്ലീറ്റ് സറണ്ടർ. കർത്താവായ യേശു ക്രിസ്തുവിനാണ് നമ്മൾ ആ മോഡൽ കാണുന്നത്. യേശു തന്റെ ജീവിതത്തെ സമർപ്പിച്ചു. ക്രൂശിൽ നമുക്ക് വേണ്ടി കർത്താവ് മരിക്കുമ്പോൾ ആ മരണം തന്റെ ആരാധന ജീവിതത്തിന്റെ ഒരു പ്രകടമായ പ്രദർശനമായിരുന്നു, ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. എന്തായിരിക്കണം ആരാധന? തന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ച ഭക്തന്മാരോട്, തന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചവരോട് കർത്താവ് പറഞ്ഞു, തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്തും കൊണ്ട് തന്നെ അനുഗമിക്കണം. അങ്ങനെയുള്ളവർക്ക് ശരിയായ ആരാധന ജീവിതത്തിലേക്ക് നയിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ക്രൂശ് മരണത്തിലൂടെ കർത്താവ് തന്റെ ജീവിതത്തെ സമർപ്പിച്ചു, നമുക്ക് ഏവർക്കും നൽകി. അവിടെ നിന്നാണ് കർത്താവ് ആരാധന ആവശ്യപ്പെടുന്നത്. പുതിയ നിയമ ആരാധനയ്ക്ക് കൽപ്പനകളുടെ ഭയപ്പെടുത്തലില്ല. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, എക്സോഡസ്, പുറപ്പാട് 20-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അപ്പോ അവിടെ ആ ആക്രോശം, ആ ശബ്ദം കേട്ടവർ പേടിച്ചു പോയ കാര്യമാണ് നേരത്തെ നമ്മൾ വായിച്ചത്. മോശ പോലെ സംഭ്രമിച്ചു പോയി. ഇനി ഒരു വാക്കും ഞങ്ങളോട് പറയരുത് എന്ന് പറയത്തക്ക വിധം പേടിച്ചു പോയി. പക്ഷേ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ കൽപ്പനയൊന്നും കാണുന്നില്ല. ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. അതാ കൽപ്പന. അപ്പൊ പുതിയ നിയമത്തിൽ ആരാധന ആവശ്യപ്പെടുന്നത് സ്നേഹത്തിൽ നിന്നാണ്. സ്നേഹമാണ് ആരാധനയ്ക്കായി നമ്മൾ നിർബന്ധിക്കുന്നത്. ക്രൂശിൽ കർത്താവ് തന്റെ ചങ്ക് പിളർത്തി കാണിക്കുകയാണ്, തന്റെ ഹൃദയം തുറന്ന് കാണിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഇത്രയ്ക്ക് സ്നേഹിച്ചു. തിരിച്ച് സ്നേഹിക്കാൻ ആവശ്യപ്പെടുന്നത്. ആ സ്നേഹം നമ്മോട് കൽപ്പിക്കുന്നില്ല. ആ ക്രൂശിലെ ആ ചിത്രം കാണുമ്പോൾ നമുക്ക് ഭയമല്ല തോന്നുന്നത്, സ്നേഹമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഉയരുകയാണ്. അപ്പോ പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് കൽപ്പനയിൽ നിന്നുണ്ടാകുന്നതിനേക്കാൾ അത് സ്നേഹത്തിൽ നിന്നുള്ളതാകുന്നതാണ്. ക്രൂശിൽ കിടക്കുന്ന കർത്താവിലേക്ക് നോക്കുന്ന ഒരു വ്യക്തി അവൻ അറിയാതെ ആ കർത്താവിനെ സ്നേഹിച്ചു പോവുകയാണ്. ആ സ്നേഹമാണ് ആരാധനയ്ക്കായി അവനെ നിർബന്ധിക്കുന്നത്. സ്നേഹം ആരാധനയിലേക്ക് വഴിമാറുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പുതിയ നിയമ ആരാധന നമുക്ക് പുകഴാൻ ഒന്നുമില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ അവൻ ലോകത്തിൽ ഭോഷത്വത്തെ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ അവൻ ബലഹീനമായി തിരഞ്ഞെടുത്തു. എന്തെങ്കിലും ഉണ്ടെന്ന് അഭിമാനിച്ചവരെ ലജ്ജിപ്പിക്കാൻ നീചവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെയും തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ? ഒരു ജഡവും തങ്ങളിൽ തന്നെ പ്രശംസിക്കാതിരിക്കേണ്ടതിന്. ആരും തങ്ങളിൽ പ്രശംസ ഉയർത്താതിരിക്കുവാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു, ഭോഷത്വത്തെ തിരഞ്ഞെടുത്തു. ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഇല്ലായ്മയെ അല്ലെങ്കിൽ ഭോഷത്വത്തെ കർത്താവ് തിരഞ്ഞെടുത്തു. നമുക്കൊന്നും അവകാശപ്പെടാനില്ല. കൃപയാലാണ് കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത്. എബ്രായ ലേഖനം 12-ാം അധ്യായം
നമ്മൾ വായിക്കുന്നത് 24-ാമത്തെ വാക്യത്തിൽ, നമ്മൾ കത്തിച്ചു കളയുന്ന അഗ്നിയുടെ അടുക്കൽ അല്ല വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് 24-ലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലേക്ക് അത്രേ നമ്മൾ വന്നിരിക്കുന്നത്. പഴയ നിയമത്തിലെ ഭക്തന്മാരോട് പറഞ്ഞു, കത്തിച്ചു കളയും, അടുത്തു പോകരുത്. മൃഗമായാലും മനുഷ്യനായാലും ചത്തുപോകും, അടുത്തു വരരുത്. അങ്ങനെയുള്ള ആ ഗാംഭീര്യമായ പേടിപ്പിക്കുന്ന ശബ്ദം കേട്ട ആരാധനയ്ക്ക് ഭയപ്പെട്ട് മാറി നിന്നവർ, ദൈവത്തിന്റെ സാമീപ്യത്തെ ഭയപ്പെട്ട പഴയ നിയമ ഭക്തന്മാർ, പുതിയ നിയമ ഭക്തന്മാരെ പറ്റി വായിക്കുന്നു. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ കത്തിച്ചു കളയുന്ന അഗ്നിയെ ഭയക്കാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആ 4 ഇഞ്ച് കനമുള്ള തിരശ്ശീലയെ മറികടന്ന് അവർ ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാൻ അവരെ പ്രാപ്തമാക്കിയത് ക്രിസ്തുവിന്റെ രക്തമാണ്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം, യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചത് കൊണ്ടാണ് നമ്മൾ ആരാധനയ്ക്ക് പ്രാപ്തന്മാരായി തീർന്നത്. ആരാധിക്കാൻ കർത്താവ് നമ്മെ യോഗ്യരാക്കി മാറ്റിയത് ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ്. പഴയ നിയമത്തിലെ ഭക്തന്മാർ ഓരോ വർഷവും യാഗം കഴിക്കുമായിരുന്നു. 12 വയസ്സ് കഴിഞ്ഞ ഓരോ വ്യക്തിയും തനിക്ക് വേണ്ടി പ്രത്യേക ചടങ്ങുകൾ ചെയ്യണമായിരുന്നു. ഓരോ വർഷവും വീണ്ടെടുപ്പ് നടത്തണമായിരുന്നു. പുതിയ നിയമ ഭക്തന്മാരോട് കർത്താവ് വിളിച്ചു പറയുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഒരു വർഷത്തേക്കുള്ള വീണ്ടെടുപ്പല്ല, പൊന്നും വെള്ളിയും കൊടുത്ത് നേടുന്ന പഴയ നിയമത്തിലെ വീണ്ടെടുപ്പല്ല. പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ വെളിപ്പാട് നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമാക്കിയത്. പഴയ നിയമ ഭക്തൻ പറഞ്ഞു, ആ വീണ്ടെടുപ്പ് നടക്കത്തില്ല. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടത് അവനെ വീണ്ടെടുക്കാനോ ഒരുവന് വീണ്ടെടുപ്പിലോ കൊടുപ്പാനോ ആർക്കും സാധ്യമല്ല. വീണ്ടെടുപ്പ് അസാധ്യമാണ്. That is impossible എന്ന് പഴയ നിയമ ഭക്തൻ പറഞ്ഞ സ്ഥാനത്ത് ഒരു പുതിയ നിയമ ഭക്തൻ വിളിച്ചു പറയുന്നു, യേശുവിന്റെ രക്തം കൊണ്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആ വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ വീണ്ടെടുപ്പാണ് നമ്മെ ആരാധിക്കാൻ പ്രാപ്തമാക്കിയത്. ആ വീണ്ടെടുപ്പാണ് ആരാധനയ്ക്ക് നമ്മെ അവകാശികളാക്കി മാറ്റിയത്. പ്രിയമുള്ളവരെ, ഈ ഒരു ആരാധനയെ പറ്റിയുള്ള ഈ തിരിച്ചറിവ് പഴയ നിയമത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ യാഗങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ യാഗമാണ് ഹോമയാഗം. സമ്പൂർണ്ണ സമർപ്പണമാണ്, മറ്റെല്ലാം ഭാഗികമാണ്. പല യാഗങ്ങളിലും മേധസ് മാത്രം അർപ്പിച്ചാൽ മതി, ബാക്കി മാംസമൊക്കെ പുരോഹിതന്മാർക്ക് ഭക്ഷിക്കാം. പക്ഷെ ഹോമയാഗത്തിന് അത് പറ്റത്തില്ല, സമ്പൂർണ്ണ സമർപ്പണമാണ്. പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവിടെ പറയുന്ന ഭാഗം ഹോമയാഗത്തെ താൻ മനസ്സിൽ കാണുന്നത്. സമ്പൂർണ്ണ സമർപ്പണം, ഒന്നും മാറ്റിവെക്കാതെ എല്ലാം ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു യാഗമൃഗത്തെ യാഗപീഠത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ, വ്യക്തിപരമായ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ദൈവത്തിന് എറിഞ്ഞു കൊടുക്കുന്നതാണ് പുതിയ നിയമ ആരാധന, ബുദ്ധിയുള്ള ആരാധന, ആത്മീയ ആരാധന, സത്യ ആരാധന എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് സത്യത്തിലാണ്, ആത്മാവിലാണ്. സമയം വളരെ മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ശമര്യ സ്ത്രീയും കർത്താവും തമ്മിലൊരു തർക്കം നടക്കുകയായിരുന്നു. ശമര്യ സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയില, ഗെരിസിം മലയിൽ ആരാധിച്ചത്. ആവർത്തന പുസ്തകത്തിലേക്ക് അതിന് തെളിവുകളുണ്ട്. ജോഷുവയുടെ കാലം വരെ ഞങ്ങളുടെ ഈ ഗെരിസിം പർവ്വതത്തിലാണ് ആരാധന നടന്നത്. അതിനുശേഷം ആരാധന മാറിയതാ. ദാവീദിന്റെ കാലത്ത്, ശലോമോന്റെ കാലത്ത് ആരാധന യെരൂശലേമിലേക്ക് മാറ്റിയത്. യേശുവേ, നീ ഒരു യഹൂദനായി നിന്നുകൊണ്ട് പറയുന്നു ആരാധന യെരൂശലേമിൽ വേണമെന്ന്. ശമര്യ സ്ത്രീ വാദിക്കുക കർത്താവിനോട്. ഞങ്ങളുടെ പിതാക്കന്മാർ, ജോഷുവയുടെ പുസ്തകത്തിൽ വരെ ഉണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ ഗെരിസിം മലയിൽ ആരാധിച്ചത്. കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ വായിച്ചത്. സത്യ നമസ്കാരികൾ ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. അവിടെയുമല്ല ആരാധന, ഇവിടെയുമല്ല ആരാധന. ഞങ്ങളുടെ പിതാക്കന്മാർ യെരൂശലേമിലാണ് ആരാധന എന്ന് പറയുന്നതെങ്കിൽ അതല്ല സത്യ ആരാധന.
നിങ്ങളുടെ പിതാക്കന്മാർ ഗരിസീം മലയിലാണ് ആരാധന എന്ന് പറയുന്നെങ്കിൽ അതല്ല സത്യാരാധന. സത്യ ആരാധകർ വരാനിരിക്കുന്നതേ ഉള്ളൂ. അവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ്. അവർ ഇതുപോലെ ഭയപ്പെട്ട് കൈ പോകുമോ, കാല് പോകുമോ, തല പോകുമോ, ജീവൻ പോകുമോ എന്ന് പേടിച്ച് ഭയപ്പെട്ട് ആരാധിക്കുന്നവരല്ല. അവർ പിതാവിനെ ആരാധിക്കുന്നവരാണ്. അവർ വീണ്ടെടുപ്പിന്റെ മഹത്വം ആരാധനയിൽ ആഘോഷിക്കുന്നവരാണ്. അവർ അവരുടെ ജീവിതത്തെ ആരാധനയിൽ സമർപ്പിച്ചവരാണ്. അപ്പോൾ സത്യാരാധകർ വരാനിരിക്കുന്നതേ ഉള്ളൂ. ക്രിസ്തു തന്റെ ജീവിതം കൊണ്ട് ആ ആരാധന തെളിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടാകേണ്ട ബോധ്യം എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത്, ക്രിസ്തീയ ആരാധന കുറച്ചു നേരം കൈയടിച്ചത് കൊണ്ടും അന്യഭാഷ പറഞ്ഞതുകൊണ്ടും പാട്ടുപാടിയത് കൊണ്ടും പ്രസംഗം കേട്ടത് കൊണ്ടും തിരുവത്താഴത്തിന് അറ്റൻഡ് ചെയ്തത് കൊണ്ടും അത് അവസാനിക്കുന്നില്ല. അത് നൈമിഷികമല്ല, അത് അനുനിമിഷ അനുഭവമാണ്. ഇതൊരു തുടർ പ്രക്രിയയാണ്. ഇടയ്ക്ക് വെച്ച് മുറിക്കപ്പെടുന്നില്ല. അത് തുടർമാനമായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന്റെ ആലയത്തിലാണല്ലോ ആരാധന നടക്കുന്നത്. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദൈവത്തിന്റെ ആലയത്തിലാണ് ആരാധന നടക്കുന്നത്. ദൈവത്തിന്റെ ആലയത്തിൽ ആരാധന നടക്കണമെങ്കിൽ ആ ആലയത്തിൽ ദൈവ സാന്നിധ്യം വേണം. ആ ആലയത്തിൽ ദൈവ സാന്നിധ്യം വേണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. കഴിഞ്ഞ കൺവെൻഷനിൽ ഞാൻ ഈ ഭാഗമാണ് പറഞ്ഞത്. നമ്മെ ആരാധിക്കാൻ പ്രാപ്തമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളെ ദൈവാലയമാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ചിന്ത ഞാൻ അവിടെ പറഞ്ഞില്ല. നമ്മൾ ദൈവാലയമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. സത്യ ആരാധകർ വരാനിരിക്കുകയാണ്. ആ ആരാധന സമൂഹം കണ്ടു. അവിടെ ജീവിതത്തിലൂടെ അത് വെളിപ്പെട്ടു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആ വരവ് വളരെ പ്രകടമായി സമൂഹം കണ്ടു. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിലെ നദികൾ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി. അന്ന് വരെ പഴയ നിയമ ഭക്തന്മാർ ആരാധനയെ പുറമേ കാണുന്ന ഒരു പ്രകടമായ ഒരു ശാരീരികമായ പ്രക്രിയയായിട്ടാണ് കണ്ടതെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു, 2-ാമത്തെ അധ്യായം മുതൽ പെന്തക്കോസ്ത് നാൾ മുതൽ ആരാധനയുടെ ഒരു പുതിയ തലം അവർ കണ്ടു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന്റെ ഒരു പുതിയ തലം അവർ കണ്ടു. പുറത്തുകൂടി ഒഴുകുന്ന കാഴ്ചകൾക്കപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ആത്മീയ അനുഭവം അവർ കണ്ടു. പ്രിയമുള്ളവരെ, ഈ അനുഭവത്തിലേക്ക് കർത്താവ് വിളിച്ചത്, പുതിയ ഭക്തന്മാർ ആത്മാവിൽ ആരാധിക്കുന്നവരാണ്. അവർ പിതാവിനെ ആരാധിക്കുന്നവരാ. അവർ സത്യത്തിൽ ആരാധിക്കുന്നവരാ. ത്രിയേക ദൈവത്തെ നമുക്ക് അവിടെ കാണാം. പിതാവായ ദൈവം, ഞാൻ തന്നെ വഴിയും സത്യവും എന്ന് പറഞ്ഞ കർത്താവോടെ ഉണ്ട്. ആത്മാവിലുള്ള ആരാധന. അപ്പോൾ ഈ ത്രിയേക ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള, ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, ആ ദൈവം ഉള്ളിൽ ആവസിച്ചുകൊണ്ടുള്ള, ആ ദൈവത്തെ ഉള്ളിൽ അധിവസിപ്പിച്ച് ദൈവാലയമാക്കി മാറ്റിക്കൊണ്ട് ഒരു ഭക്തൻ ദൈവത്തിന്റെ ആരാധന അർപ്പിക്കുകയാണ്. ആദ്യം പറഞ്ഞ ഡെഫിനിഷനിലേക്ക് നിന്ന് വന്ന വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പുരോഹിതന്മാരാകുന്ന നമ്മൾ, ദൈവാലയമാകുന്ന നമ്മിൽ വെച്ച് യാഗവസ്തുവാകുന്ന നമ്മെ തന്നെ യാഗമാക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥ ആരാധന, സത്യ ആരാധന, പുതിയ നിയമ ആരാധന, ക്രിസ്തീയ ആരാധന, കൃപായുഗത്തിലെ ആരാധന. അപ്പോൾ ആരാധന അവിടെ ആരാധിച്ചു, ഇവിടെ ആരാധിച്ചു. സ്ഥലത്തിന് ഒരു പ്രസക്തിയുമില്ല. എവിടെ ആരാധിക്കുന്നു എന്നുള്ള സ്ഥലത്തിന് പ്രസക്തിയില്ല. അതെടുത്ത് മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് ആരാധന ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന വ്യക്തികളിലാണ് സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഒന്നും കൂടി ഒരു വെളിപ്പാട് കൂടി പറയാം. നമ്മൾ ആരാധിക്കാൻ പോകുകയല്ല, നമ്മൾ തന്നെയാണ് ആരാധന. ഞാൻ തന്നെയാണ് യാഗവസ്തു. ഞാൻ ആരാധന ചെയ്യുകയല്ല, ഞാൻ തന്നെയാണ് ആരാധന. എന്നിൽ ആരാധന വെളിപ്പെടുകയാ. നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ കൈയടിക്കുമ്പോൾ ആരാധന ചെയ്യുന്നു എന്നാണ്. അബ്രഹാം ഇസഹാക്കിനെ കൊടുത്തതുപോലെ, അബ്രഹാം ആടിനെ കൊടുത്ത പോലെ അല്ല. ഞാൻ എന്നിൽ തന്നെ യാഗവസ്തുവാ. ഞാൻ എന്നിൽ തന്നെ പുരോഹിതനാ. ഞാൻ എന്നിൽ തന്നെ ദൈവാലയമാണ്. അപ്പോൾ ആരാധന എന്നിലാ നടക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, നിർത്തുക. അപ്പൊ പിന്നെ സഭായോഗത്തിന് പോകേണ്ട കാര്യമുണ്ടോ, കൂട്ടായ്മയ്ക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. ഞാൻ തന്നെ ആരാധനയാണെങ്കിൽ
ആരാധന എന്നിൽ തന്നെ നടക്കുകയാണെങ്കിൽ കൂട്ടായ്മയ്ക്ക് പോകേണ്ട കാര്യമുണ്ടോ? കൂട്ടായ്മയ്ക്ക് വരുന്നത് ഞാൻ ആരാധനക്കാരനാണെന്നതിന്റെ തെളിവാണ്. കൂട്ടായ്മ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. കൂട്ടായ്മ കഴിഞ്ഞിട്ടാ പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നത്. കൂട്ടായ്മ ഇല്ലെങ്കിൽ ആരാധന ശരിയല്ലെന്നർത്ഥം. ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ആരാധന ശരിയല്ലെന്നർത്ഥം. ക്രിസ്തു തന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ സഭയുമായി ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ആരാധന ശരിയാകുന്നില്ല എന്ന അർത്ഥം. അപ്പൊ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ ഞാൻ ആരാധനയാണെന്ന് തെളിയിക്കുക കൂടിയാ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആരാധനയ്ക്ക് പോകുകയല്ല, ആരാധന പോകുകയാണ്. അല്ലെ? ഞാൻ പറഞ്ഞത് വെളിപ്പാടുകൾ അനവധിയുണ്ട്. ആരാധനയ്ക്കായി നിർബന്ധിക്കുന്ന സ്നേഹമാണ്. പാപം മാറിയതാണ് ഏറ്റവും വലിയ വിടുതൽ. പാപം മാറ്റപ്പെട്ടതാണ് ആരാധനയ്ക്ക് കാരണമായത്. ആരാധന എവിടെയാണെന്ന് കൂടി പറഞ്ഞ വാക്കുകൾ സംഗ്രഹിക്കുക. എവിടെയാണ് നമ്മുടെ ആരാധന നടക്കുന്നത്? എവിടെയാണ്? ആരാധന മരുഭൂമിയിലാണ്. എന്റെ ജനത്തെ ആരാധിപ്പാൻ മരുഭൂമിയിലേക്ക് വിട്ടയക്കുക. അവിടെ ഭക്ഷണത്തിന് കുറവുണ്ടാകാം, വെള്ളത്തിന് കുറവുണ്ടാകാം, പലതരത്തിലുള്ള സാഹചര്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ അവിടെ ദൈവത്തിന്റെ കരുതലുണ്ട്, വിളച്ചിറക്കിയ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ കൂടെ നടക്കുന്ന ഇടയനെ പോലെ നമ്മെ പരിപാലിക്കുന്ന, കൈപിടിച്ച് നടക്കുന്ന, മുമ്പിലും പുറകിലുമായി നമ്മെ പരിപാലിക്കുന്ന ഇടയന്റെ സാന്നിധ്യം നമുക്ക് മരുഭൂമിയിൽ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ഭക്തൻ പറയുന്നത്, കൂരിൽ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ആരാധന മരുഭൂമിയിലാണ്. പല പ്രശ്നങ്ങളുണ്ട്, ഇല്ലായ്മകളുണ്ട്, പോരായ്മകളുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതെല്ലാം പരിഹരിക്കുന്ന, അതിനെല്ലാം ഒന്നുമല്ലാതാക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം, നമ്മെ വിളിച്ചിറക്കിയ വീണ്ടെടുപ്പുകാരുടെ സാന്നിധ്യം ഈ മരുഭൂമിയിൽ ഉള്ളത് കൊണ്ട് ആരാധന വിടുതലാണ്. ആരാധന വിടുതലാണ്. ആരാധന വിടുതൽ പ്രാപിച്ചവന്റെ പദവിയാണ്. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവന് മരുഭൂമിയിലെ ഭക്ഷണമില്ലായ്മ ഒരു പ്രശ്നമല്ല. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നവന് മരുഭൂമിയിലെ ദാഹജലത്തിന് പ്രശ്നമെന്ന് അതൊരു പ്രശ്നമല്ല. അവന്റെ ലക്ഷ്യം, അവന്റെ വാഗ്ദത്തമാണ്. യിരെമ്യാപ്രവചനം 12:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ നീ എങ്ങനെ മത്സരിച്ചോട്? സമാധാന ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു. യോർദാന്റെ വൻകാട്ട് നീ എന്ത് ചെയ്യും? യോർദാന്റെ വൻകാട് എന്ന് പറയുന്നത് മരണഭീതി ഉളവാക്കുന്ന സ്ഥലമാണ്. മരണത്തിന്റെ ഒരു ഭയമുളവാക്കുന്ന മേഖലയാണ്. അതൊന്ന് കടക്കുക വലിയ പ്രശ്നമാണ്. അത് പ്രതിസന്ധി നിറഞ്ഞ ഒരു ട്രാൻസിഷൻ മേഖലയാണ്. പക്ഷെ അത് കടക്കണം. അത് കടന്നാൽ അപ്പുറത്താണ് വാഗ്ദത്തമുള്ളത്. കനാൻ നാട് അതിന്റെ അപ്പുറത്താ. യോർദാൻ കടക്കാതെ കനാൻ നാട് സ്വന്തമാക്കാൻ പറ്റത്തില്ല. തന്റെ മക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന കനാൻ എന്ന് പറയുന്ന വാഗ്ദത്ത നാടിനെ കൈയടക്കണമെങ്കിൽ യോർദാൻ എന്ന് പറയുന്ന മരണഭീതിയെ ചവിട്ടി മതിച്ച് അവർക്ക് മുന്നേറാൻ സാധിക്കണം. യോർദാന്റെ വൻകാട്ട് നീ എന്ത് ചെയ്യും? ദൈവ മക്കളോട് ചോദിക്കുക. കേവലം ഒരു തുമ്മൽ പനിയെ നീ പേടിച്ചാൽ, ഒരു ജലദോഷത്തെ നീ പേടിച്ചാൽ, ഒരു ചെറിയ കടഭാരത്തെ നീ പേടിച്ചാൽ, നിന്റെ മുൻപിൽ വരുന്ന ഒരു പ്രതിസന്ധി, ഒരു വിമർശനത്തെ നീ പേടിച്ചാൽ, ഒരു ആക്ഷേപത്തെ, ഒരു പരിഹാസത്തെ നീ പേടിച്ചാൽ, യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? മരണ നിഴലിന്റെ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഞാൻ യഹോവയുടെ ആലയത്തിൽ വസിക്കും. ഞാൻ ഈ മരുഭൂമി കൊണ്ട് ഒടുങ്ങിപ്പോകത്തില്ല. ഞാൻ ഈ കൂരിൽ കൊണ്ട് ഒടുങ്ങിപ്പോകത്തില്ല. ഞാൻ ഈ കൂരിൽ താഴ്വരയിൽ തകർന്നു പോകത്തില്ല. ഞാൻ യഹോവയുടെ ആലയത്തിൽ വസിക്കും. ഞാൻ ഈ കൂരിൽ കിടന്ന് ചത്തുപോകത്തില്ല. ഞാൻ നടക്കുകയാണ്. ഞാനിവിടെ കിടക്കുകയല്ല. എന്റെ യാത്ര മുന്നോട്ടാ. അതെവിടെ ചെന്നെത്തും? യഹോവയുടെ ആലയത്തിൽ ചെന്നെത്തും. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ, കേവലം കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുടെ മുൻപിൽ ഇസ്രായേൽ മക്കളെ പോലെ നിങ്ങൾ പിറുപിറുത്താൽ, നിങ്ങൾ ക്ഷീണിച്ചു പോയാൽ, നിങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ പ്രതിസന്ധി വരുന്നുണ്ട്, ഒരു വലിയ ചലഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ പറ്റും. നിങ്ങൾക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു പരീക്ഷയും ദൈവം അനുവദിച്ചിട്ടില്ല. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന പരീക്ഷകളെ വരത്തുള്ളൂ. ജയത്തോടെ മുന്നേറേണ്ടവർ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുടെ മുന്നിൽ പകച്ചു നിന്നാൽ, കർത്താവ് ചോദിക്കുന്നു,
കുതിരകളോടുകൂടെ നീ എങ്ങനെ മത്സരിച്ചോട്? കുതിരകളോടുകൂടെ മത്സരിക്കാനുള്ള പവർ നിന്നിലുണ്ട്. കുതിരകളോടുകൂടെ മത്സരിച്ചോടാനുള്ള ശക്തി നിന്നിൽ ദൈവം തന്നിട്ടുണ്ട്. നിന്നിലെ ശക്തി ചില്ലറ ശക്തിയൊന്നുമല്ല. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവ് പുനരുദ്ധാനത്തിന്റെ ശക്തിയാ. ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ശക്തിയാ. ആ ശക്തി കൊണ്ട് ഈ ലോകത്തിലെ ഏത് ശക്തിയെയും നിനക്ക് അതിജീവിക്കാൻ കഴിയോ? കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ച് തളർന്നു പോയാൽ കുതിരകളോടുകൂടെ മത്സരിച്ചോടേണ്ടവനാ നീ. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചില്ലേ, മഴമേഘങ്ങൾക്ക് മുകളിൽ പറക്കുന്ന കഴുകൻ, അവൻ ഭയപ്പെടത്തില്ല. അവനെ കൊച്ചും മഴ കാണിച്ച് പേടിപ്പിക്കാൻ പറ്റത്തില്ല. കാർമേഘം കണ്ട് ഈ കഴുകൻ ഭയപ്പെടത്തില്ല. കാരണം അതിനറിയാം അതിന്റെ മുകളിൽ പറക്കാൻ ത്രാണിയുള്ളവനാണ്. കാർമേഘങ്ങൾക്ക് മുകളിൽ പറക്കാൻ ത്രാണിയുള്ള കഴുകൻ മഴമേഘങ്ങൾ കണ്ട് ഭയപ്പെടത്തില്ല. പ്രിയമുള്ളവരെ, കുതിരകളോടുകൂടെ ഓടാനുള്ള ശക്തി ലഭിച്ചവനാ ദൈവത്തിന്റെ സഭ. കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരാൻ ത്രാണി ലഭിച്ചവനാ ദൈവത്തിന്റെ സഭ. മരുഭൂമിയിലെ പ്രശ്നങ്ങൾ കണ്ട് ഒടുങ്ങിപ്പോകരുത്. മരുഭൂമിയിലെ പ്രശ്നങ്ങൾ കണ്ട് അവിശ്വസിക്കരുത്. ആരാധനയിൽ തണുത്തു പോകരുത്. ആരാധന മരുഭൂമിയിലാണ്, പക്ഷെ ദൈവത്തിന്റെ കരുതലുണ്ട്. ദൈവത്തിന്റെ കരുതലുണ്ട്. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ.